ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ നിങ്ങളെ തന്നെ യഥാർത്ഥ രീതിയിൽ അറിഞ്ഞിട്ടുണ്ടോ? അതായത് ആത്മവിശ്വാസം ഉറപ്പിച്ച് സ്വയം ഒന്ന് അപഗ്രഥനം ചെയ്തിട്ടുണ്ടോ? ഒരു വ്യക്തി എന്ന നിലയിൽ നല്ല ഗുണങ്ങളും ദുർബലതകളും നമുക്കൊക്കെ വേർതിരിച്ചറിയാൻ കഴിയുമല്ലേ? ഇതുവരെ സ്വയം അറിയുവാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് എനിക്ക് മുന്നേറാൻ കഴിയുന്നില്ല? അതിനുള്ള ഉത്തരം സ്വയം നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ ജീവിത വിജയത്തിന് സ്വയം മനസ്സിലാക്കുക എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം അനിവാര്യമായ ഒന്ന് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്വഭാവത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് ആലോചിക്കുക. കൃത്യമായും കണിശമായും ഈ ഒരു ആലോചനയ്ക്ക് സമയം കണ്ടെത്തണം. സ്വഭാവത്തിലെ വൈജാത്യങ്ങൾ തിരിച്ചറിയുവാൻ ഇത് സഹായിക്കും. അപ്പോൾ നമുക്കൊക്കെ അനവധി ദൗർബല്യങ്ങളും ഉണ്ടാവും അല്ലേ? അത് നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് സ്വമേധയാ ഇച്ഛാശക്തിയോടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദുർബലതകൾ മാറ്റാൻ ഒരുങ്ങണം. ആകർഷകമായ വ്യക്തിത്വത്തിൻ്റെ അടിത്തറ എന്താണെന്നറിയാമോ? ആത്മവിശ്വാസം ആർജിക്കുക എന്നതാണ്. ഓരോ നിമിഷവും സ്വന്തം കഴിവുകൾ വളർത്താൻ മനസ്സിനെ തയ്യാറാക്കണം. സമയം കഴിഞ്ഞു പോയി എന്ന നഷ്ടബോധം ഒരിക്കലും പാടില്ല. വർത്തമാനകാലത്താണ് ജീവിത വിജയത്തിൻ്റെ കാതൽ കിടക്കുന്നത്. കഴിഞ്ഞുപോയ കാലങ്ങൾ കഴിഞ്ഞുപോയത് തന്നെയാണല്ലേ, അതൊരിക്കലും തിരിച്ചു വരില്ല. ഗുണകരമായ ജീവിത സത്യങ്ങളുടെ സ്മരണകൾ ഭാവിയിലേക്ക് പ്രചോദനമേകുന്നതിന് മനസ്സിലെ ആഴത്തിൽ അത് സൂക്ഷിച്ചു വെക്കണം നമുക്ക്. പക്ഷേ ദുഃഖകരമായൊരു സംഭവം ജീവിതത്തിലുണ്ടായിപ്പോയി, പിന്നീട് അത് ഓർക്കേണ്ട ആവശ്യമുണ്ടോ? ആ ഓർമ്മകൾ പലപ്പോഴും നിങ്ങളെ തളർത്തുന്നുണ്ട് അല്ലേ? ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ വന്നു പോയിക്കൊണ്ടിരിക്കും. അത് ബോധപൂർവമായ ശ്രമത്തിലൂടെ തിരുത്താൻ കഴിയണം. അതിന് അശ്രാന്ത പരിശ്രമം തന്നെ വേണം. കൂടുതൽ സുഖകരവും സന്തോഷകരവും സമ്പന്നവുമായൊക്കെ ജീവിതം നയിക്കാൻ എങ്ങനെ സാധിക്കും? എന്നെപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കണം. എങ്ങനെ എൻ്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ കഴിയും? എങ്ങനെ സുഖകരമായി ജീവിക്കാൻ സാധിക്കും? എങ്ങനെ സമ്പന്നമായി ജീവിക്കാൻ കഴിയുമെന്ന്. എല്ലാ മഹാന്മാരുടെയും വിജയത്തിന് പിന്നിലും ഈ ഒരു തത്വശാസ്ത്രത്തിൻ്റെ പ്രചോദനം ഉണ്ടാവും. അവരെ പോലെ നിങ്ങൾക്കും ആവശ്യമുള്ളതെന്തും നേടിയെടുക്കാൻ കഴിയും. സന്തുഷ്ടിയും അധികാരവും സമ്പത്തും എല്ലാം. ഇതെൻ്റെ വിധിയായിപ്പോയി എന്ന് പരിതപിക്കും. അങ്ങനെ പരിതപിക്കാതെ ആത്മവിശ്വാസം ആർജിച്ചുകൊണ്ട് വിധിയെ തിരുത്തുക. നിങ്ങൾ യാഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെയാണ്. മനുഷ്യൻ അവൻ്റെ ബ്രെയിനിൻ്റെ പ്രഭാവത്തിൽ വളരെ ചെറിയൊരംശം മാത്രമാണ് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നുള്ളൂ. അതായത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഒബീഡിയൻ്റായ ഒരു വസ്തുവാണ്. അതിന് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തണം, അതിന് യത്നിക്കണം. അപ്പോൾ ബാഹ്യലോകത്തെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാടൊക്കെ മാറാൻ തുടങ്ങും. നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഈ കാഴ്ചപ്പാടുകൾക്കൊക്കെ വളരെ വലിയ സ്വാധീനമാണുള്ളത്. ഒരു വ്യക്തി എന്ന നിലയിൽ ഇതുവരെ നിങ്ങൾ നല്ലവനായിരുന്നുവോ അതോ മോശക്കാരനായിരുന്നുവോ? നല്ല വിചാര വികാരങ്ങളായിരുന്നുവോ ഇതുവരെ മനസ്സിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ മനസ്സിനെ ഭരിച്ചത്? നെഗറ്റീവും നിസ്വാർത്ഥതവുമില്ലാത്ത ചിന്തകളായിരുന്നോ? സ്വയം ഒന്ന് അപഗ്രഥനം ചെയ്തു നോക്കൂ. എത്ര നെഗറ്റീവും നിഷേധപരമായ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടു നടന്നിട്ടുണ്ട്? വ്യക്തമായ മനസ്സറിവോടെ നിസ്വാർത്ഥ, അതായത് അത് പരിശീലിക്കുക. അതായത് മനസ്സ് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് അത് പരിശീലിച്ചാൽ, നിസ്വാർത്ഥതയോടെ പരിശീലിച്ചാൽ ഈ നമ്മുടെ ഈ അനാവശ്യ ചിന്തകളില്ല, അതായത് നീച പ്രവൃത്തികൾ, കോപം, അസൂയ, വിദ്വേഷം, പരദൂഷണം, വെറുപ്പ്, ഭയം, അപകർഷതാബോധം, അസഹിഷ്ണുത, ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനെയും നമുക്ക് ഒഴിവാക്കി സ്നേഹം, ദയ, സന്തോഷം, സംതൃപ്തി, ശുഭാപ്തി വിശ്വാസം, തൻ്റെ ഇടം, ധൈര്യം, ആത്മവിശ്വാസം എന്നിവ നേടിയെടുക്കാൻ കഴിയും. ഈ ഇമോഷൻസ്, അതായത് വികാരങ്ങളുടെ ആധിപത്യത്തിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കുക.
വികാരങ്ങളുടെ ആധിപത്യത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ മോചിപ്പിക്കുക, യാഥാർത്ഥ വിചാരധാരയിലേക്ക് നയിക്കുക. ക്രിയാത്മകമായ ചിന്തയാണ് നിങ്ങളാക്കി തീർക്കുന്നത്. അതായത് നഷ്ടപ്പെട്ടതെല്ലാം അതെന്തായാലും എങ്ങനെയായാലും മറക്കുക. ഭാവി ജീവിതത്തിലെ സംതൃപ്തിക്ക് വേണ്ടി ഫ്യൂച്ചർ ജീവിതം അടുക്കും ചിട്ടയുമുള്ളതാക്കി തീർക്കുക. മാനസികമായ സ്വയം തയ്യാറെടുപ്പിലൂടെ കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച ദിശയിലേക്ക് വരുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയും. ജീവിത വിജയം സുനിശ്ചിതമാണ് സുഹൃത്തെ. ഓരോ നിമിഷവും നല്ല ചിന്തകൾ മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ആത്മസഹായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്